എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുട്ടികളുടെ പാസ്പോർട്ട് അപേക്ഷയുമായി ബന്ധപ്പെട്ട് വന്ന വളരെ പ്രധാനപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രായപൂർത്തിയാകാത്തവരുടെ പാസ്പോർട്ട് അപേക്ഷയിൽ പുതുതായി വന്ന മാറ്റങ്ങൾ ഒരുപോലെ തന്നെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് അപേക്ഷകരെയും പാസ്പോർട്ട് ഓഫീസിലെയും ജീവനക്കാരെയും. നിലവിൽ കുട്ടികളുടെ പാസ്പോർട്ട് അപേക്ഷയോടൊപ്പം മാതാപിതാക്കൾ വിദേശത്താണെങ്കിൽ അവരുടെ വിസ, പാസ്പോർട്ടിലെ ഇമിഗ്രേഷൻ സ്റ്റാമ്പിങ്, ബോർഡിംഗ് പാസ് എന്നിവയുടെ കോപ്പി വേണമെന്ന് പുതിയ നിയമത്തിൽ പറയുന്നത്. നിലവിൽ ഈ അപേക്ഷ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ വിദേശത്താണെങ്കിൽ അവരുടെ ഡോക്യുമെൻറ്റ്സ് വാങ്ങി പെട്ടെന്ന് കൊടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം കാലതാമസം കൂടാതെ വളരെ വേഗം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ നമുക്ക് വിദേശത്തുള്ള ആളുടെ സമ്മതം അറിയിക്കുന്ന അനുബന്ധ അപേക്ഷയോടൊപ്പം അതുപോലെ പാസ്പോർട്ടിൻ്റെ കോപ്പി സമർപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് നിലവിൽ വിസയോടൊപ്പം ഇമിഗ്രേഷൻ സ്റ്റാമ്പിംഗ് അടക്കമുള്ളവയുടെ കോപ്പി സമർപ്പിക്കണമെന്ന് പുതിയൊരു നിയമം നിലവിൽ വന്നത്. അപ്പോൾ ഈ അപ്ഡേറ്റ് പ്രകാരം എല്ലാവരും ഈ കോപ്പികൾ, ഈ ഡോക്യുമെൻ്റ് കാര്യങ്ങൾ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ സമർപ്പിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം, പാസ്പോർട്ടിലെ ഇമിഗ്രേഷൻ സ്റ്റാമ്പിങ്, ബോർഡിങ്ങിലെ പാസ്, അതുപോലെ തന്നെ വിസ ഇവയുടെ കോപ്പി, മാതാപിതാക്കളുടെ കോപ്പി കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് പാസ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് പുതിയ മറ്റ് വിജ്ഞാനപരമായ വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.